ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധി അഫലമായിരിക്കും. ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ പാടാൻ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഈ അന്യഭാഷ പറയുന്നവർ വെറുതെ വല്ലതും വിളിച്ചു പറയുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഇത് വേറെ വല്ലതും പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കാതെ ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കഴിഞ്ഞ 6 ദിവസവും മനുഷ്യനോട് സംസാരിച്ച് തളർന്നു വന്ന നിങ്ങൾ എന്റെ ദൈവത്തോട് അല്പം സംസാരിക്കണ്ടേ? അങ്ങനെ ആഴ്ചയ്ക്കൊരിക്കൽ ആലയത്തിൽ വരുമ്പോൾ ദൈവത്തോട് സംസാരിച്ചാൽ മാത്രം മതിയോ? പോരാ, എല്ലാ ദിവസവും ദൈവത്തോട് സംസാരിക്കണം. നേരം വെളുത്തു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. അതാണ് ഒരു സാക്ഷാൽ ആത്മീകനായ വിശ്വാസി ചെയ്യുന്നത്. പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും മാത്രം പോരാ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എല്ലാവരെക്കാളും ഞാൻ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അധികം അന്യഭാഷയിൽ സംസാരിച്ചാൽ അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവിക ബന്ധം കാത്തുകൊള്ളുകയാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം.